ഇപ്പോൾ ആക്സിജൻ കൗൺസിൽ അംഗം പൊതുപ്രവർത്തകനായ മനാഫ് നമുക്കൊപ്പം ചേരുന്നു. മനാഫ്, ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം അന്വേഷണം അത് SIT എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ആക്ഷൻ കൗൺസിൽ അടക്കം SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ഇപ്പോഴിതാ ഈ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ പരാതി പിൻവലിക്കാൻ സാക്ഷി ഭീഷണിപ്പെടുത്തിയതായുള്ള ഒരു ആരോപണം വരുന്നു. എന്താണ് പറയാനുള്ളത്? തികച്ചും ഷോക്കിംഗ് ന്യൂസ് ആണത്. അതിപ്പോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉദ്യോഗസ്ഥനെ എത്രയും പെട്ടെന്ന് ഈ ഒരു SITയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. SITന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം ആയിട്ടുണ്ട്. ഭീമനെ കാര്യമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇനി ആ ഒരു ഉദ്യോഗസ്ഥനെ SITയിൽ ഇനി ഉണ്ടാവുമ്പോ അത് നമ്മളെ SITന്റെ തന്നെ ഒരു വിശ്വാസത്തിലേക്ക് ഒരു കളങ്കാണത്. ഈ മഞ്ജുനാഥ ഗൌഡ എന്ന ഉദ്യോഗസ്ഥനെ മാറ്റിക്കഴിഞ്ഞാൽ SIT ബാക്കി ഓക്കെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ മനാഫ്? അല്ല, SITന്റെ പോക്ക് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SIT എന്ന് പറയുന്നത് വെറും ഒരു ഉദ്യോഗസ്ഥനിൽ ഡിപ്പെൻഡ് ചെയ്ത് പോണ വിഷയമല്ല. എന്നിരുന്നാലും ഈ ഒരു ഉദ്യോഗസ്ഥന് SITയിൽ എടുക്കണ 20 പേരുണ്ടെങ്കിൽ ആ 20 പേരും ഒരു ക്ലീൻ റെക്കോർഡുള്ളവരായിരിക്കണം എന്നുള്ളതാണല്ലോ. ഇത്രയും വലിയൊരു പ്രമാദമായ കേസാണ്. പക്ഷെ എന്താന്ന് കഴിഞ്ഞാല് ഇതിൽ ചില ആളുകൾക്ക് സംശയം എന്താന്ന് കഴിഞ്ഞാൽ ഈ കേസ് കുറച്ചാളുകളെ മാത്രം ധർമ്മസ്ഥലയിൽ കാണുമ്പോ ഒരു നിസാരമായ കേസായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യ മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും മഞ്ജുനാഥ ഗൌഡയുടെ ഉദ്ദേശം? ഇത് മൊത്തം ഭയങ്കരമായ ഒരു വിപരീത ഫലം തന്നെ വരും. ഈ ഒരു വിഷയത്തില് ജനങ്ങളെ ഇളകും. ജനങ്ങൾ ഇപ്പം എന്താ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് വെടുപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എന്താവുന്നത് എല്ലാരും നിൽക്കുന്നത്. എല്ലാരും SITന്റെ മുകളിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടാണ് എന്താക്കുന്നത് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ എന്താ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ, കർണാടകയിലെ ജനങ്ങൾ തന്നെ രോഷ പൂണ്ട് നിൽക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞാല് ഇതൊരു ഈ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ അതേമാതിരി സ്മൂത്ത് ആയിട്ട് പോട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം അതാണ് അല്ലേ? അതാണ്. ഇപ്പം ആഭ്യന്തര വകുപ്പില് പരാതി കൊടുത്തിട്ടുണ്ട്. SIT മേലധികാരി പ്രണവ് മോഹന്തിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും പ്രണവ് മോഹന്തി ഇദ്ദേഹത്തെ വിളിച്ച് ഇപ്പൊ തന്നെ അത് അദ്ദേഹത്തിനോട് വിശദീകരണം തേടുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ലേറ്റസ്റ്റ് ന്യൂസ്. ഈ ഭീഷണിക്ക് വഴങ്ങാതെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഉറച്ചു നിൽക്കുകയാണല്ലോ അല്ലേ സാക്ഷി? അല്ല, സാക്ഷിനെ പറ്റിയിട്ട് സാക്ഷിന്റെ മാനസിക വിൽ പവർ എന്ന് പറയുന്നത് അപാരാണ്. അദ്ദേഹം ഇത്ര നൂറുകണക്കിലെ ആളുകളെ കുഴിച്ചിട്ടിട്ട് ഇത്രയും കൊല്ലം അത് ആ ഒരു വിഷമം മനസ്സിൽ പേറി നടന്ന മനുഷ്യൻ അദ്ദേഹം ഒരു ദിവസം തന്നെ 2 പേരെ കുഴിച്ചിട്ടിട്ട് ആ കയ്യാലെ വന്ന് കൈകി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ വിൽ പവർ ഭയങ്കരമായിരിക്കുമല്ലോ. മാനസികമായിട്ട് ഇത്രയും പവർഫുൾ ആയ വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ആ സമയത്ത് ഈ ഗൗഡ ഒരു വലിയൊരു വിഷയമേ ഇരിക്കൂല. എന്നാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് അത് അത്തരത്തിലൊരു ഭീഷണിയും അത് ഇത് പിൻവലിക്കുന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ഒരു കുറ്റാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തത്. എന്തായാലും അതിനെ അദ്ദേഹത്തെ മാറ്റി മാത്രമല്ല ബാക്കി ആ ഉദ്യോഗസ്ഥനെ ആരാണ് ഇത് പറയാൻ പ്രേരിപ്പിച്ചത് അതും കൂടിയും പുറത്തു വരണം ശരിക്കും. ശരി, വളരെ നന്ദി മനാഫ് പ്രതികരിച്ചതിന്. KV ബൈജുവിലേക്ക് പോകുന്നു. ബൈജു, ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം അതുതന്നെയാണ്. മഞ്ജുനാഥ ഗൌഡ മാറി നിൽക്കട്ടെ, അന്വേഷണം സ്മൂത്തായി മുന്നോട്ട് പോകട്ടെ. ഭവ്യ, തീർച്ചയായും അതുതന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ജയന്തൊക്കെ ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു. ഈ കാര്യത്തിൽ ഇതിന്റെ അന്വേഷണം അതിന്റെ കൃത്യമായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഉള്ള പരിശോധനയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. കാരണം ഈ സ്വകാര്യ വ്യക്തികളുടെ 14-ന് ശേഷമുള്ള പരിശോധന സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന ഒരു ആരോപണമാണ്. അങ്ങനെ കോടതി ഉത്തരവിലൂടെ അവിടെ പരിശോധിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള
ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സാക്ഷിയെ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് അത് പൊതുസമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും ഒരുപക്ഷെ അതൊക്കെ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് സാക്ഷി കൃത്യമായി അഭിഭാഷകരുമായി ഇപ്പോൾ പങ്കുവച്ചപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഇടപെട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിലൊരു നടപടി ഉടനുണ്ടാകും. ആ നടപടി ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിക്കൊണ്ടുള്ള നടപടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശോധന 11 മണി 11:30 ഇന്ന് ആരംഭിക്കും. അതല്ലെങ്കിൽ ഈ പരിശോധന അല്ലെങ്കിൽ തെളിവെടുപ്പ് ആ പ്രതിസന്ധിയിലേക്ക് പോകും. ഇനി തുടർ നടപടികൾ ഇവർ ആലോചിക്കുന്നുണ്ട്, അഭിഭാഷക സംഘം ആലോചിക്കുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായ ഇത് സംബന്ധിച്ച തീരുമാനം എന്താണെന്നത് DGP ഉൾപ്പെടെ പറയേണ്ടതുണ്ട്. അവരുടെ നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ആക്ഷൻ കമ്മിറ്റി വലിയ പ്രതിഷേധത്തിലുണ്ട്, ശക്തമായ നിലപാടുണ്ട് ഈ കാര്യത്തിൽ. ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ സാക്ഷിയെ ഇവർക്ക് വിട്ടുകൊടുക്കൂ. ആക്ഷൻ കമ്മിറ്റി അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രാഥമികമായ ഒരു ഘട്ടത്തിലുള്ള ഒരു കേസാണ്. പക്ഷേ അതിന് വരും ദിവസങ്ങളിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പരിഹരിച്ച് നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി എന്നുള്ള വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അത് തീർത്തും ആശ്വാസകരം അല്ലേ ബൈജു? തീർച്ചയായും അത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടുന്ന ഒരു നടപടിയായിരുന്നു. അത് കീഴ്ക്കോടതിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെൽത്തങ്ങാടി സിവിൽ കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇവർ സമ്പാദിച്ചത്. ന്യൂസ് 18 ഉൾപ്പെടെ ഈ വിലക്കുണ്ടായിരുന്നു. വിലക്കുകളെ മറികടന്ന് മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ടിംഗ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആശ്വാസകരമായ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വിജയമെന്ന് പറയാം. മാധ്യമ പ്രവർത്തകർ തന്നെയാണ് കോടതിയെ സമീപിച്ചത്. അത് ഈ അഭിഭാഷകരുടെ സഹായത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ ആദ്യം സുപ്രീം കോടതിയാണ് സമീപിച്ചത്. സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകിയായിരുന്നു. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ കേസ് ഹൈക്കോടതി എടുക്കുന്നതും കൃത്യമായി ഇതിൽ നിലപാടെടുക്കുന്നു. ഇത്തരം മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു നടപടിയെയും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഉത്തരവ് റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു. 354 ഇത്തരത്തിൽ നമുക്കുൾപ്പെടെ മാധ്യമങ്ങൾക്കാണ് ഈ വിലക്കുണ്ടായിരുന്നത്. അത് കൃത്യമായി ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്തുന്നതാണ് ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ. അത് മാത്രമല്ല, ഈ പൊതുസമൂഹത്തിന് അറിയാനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങളെ വിലക്കിയത് വഴി അങ്ങനെ ഒരു ഇടപാടായിരിക്കുമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. എന്നാലും ആ ഉത്തരവ് ഇപ്പോൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഭവ്യ. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ പരാതി പിൻവലിക്കാൻ സാക്ഷിക്ക് ഭീഷണി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. SIT-യിലെ തന്നെ ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ ഗൌഡയാണ് ഇപ്പോൾ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതെന്നുള്ള വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാന KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.